വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും ആഭ്യന്തര സംഘർഷമുണ്ടാക്കിയിട്ട് ആ രാജ്യത്ത് സമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവമായ ചില സയനിസ്റ്റ് ശ്രമങ്ങൾ ചരിത്രത്തിന്റെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇറാനിലെ വളരെ വലിയ സ്വാധീനമുള്ളൊരു സുന്നി പണ്ഡിതൻ, ആ സുന്നി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. കാരണം ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. ആ രാജ്യത്തെ വളരെ ചെറിയൊരു ന്യൂനപക്ഷ വിഭാഗമാണ് സുന്നികൾ. ഒരു കാലത്ത് സുന്നികൾ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അവിടെ നിന്ന് അങ്ങനെ സുന്നികളെ കൊന്നൊടുക്കിയും ക്രൂരമായിട്ട് ഇല്ലാതാക്കിയും പലരെയും ഷിയാക്കളാക്കിയിട്ടുമാണ് ഇന്ന് കാണുന്ന ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമായിട്ട് ഇറാൻ മാറിയത്. ആ രാജ്യത്തുള്ള ഷെയ്ഖ് മുഹമ്മദ് അൻവർ എന്നു പേരുള്ള വളരെ വലിയ സ്വാധീനമുള്ള ഒരു സുന്നി പണ്ഡിതനെ അജ്ഞാതരായ ആരോ ചേർന്ന് ഇല്ലാതാക്കി വെടിവെച്ചു കൊന്നു. ഇതിന്റെ പിന്നിൽ ഷിയ തീവ്ര വിഭാഗക്കാരായ ആളുകളാണ് എന്നാണ് സുന്നി വിഭാഗത്തിന്റെ ആരോപണം. പക്ഷേ ഭരണകൂടം പറയുന്നത് ഇത് സയനിസ്റ്റുകളുടെ ഗൂഢാലോചനയാണ്, ഇതിൽ ഏതെങ്കിലും ഷിയ തീവ്രവാദ സംഘടനകൾക്കോ മറ്റോ പങ്കില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാൻ എന്നുള്ളത് വളരെ വലിയൊരു സംസ്കൃതിയുള്ള, വളരെ വലിയ സംസ്കാരമുള്ള സമ്പന്നമായ ഒരു രാജ്യമാണ്. അവിടെ ഷിയാക്കളുണ്ട്, സുന്നികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതോടൊപ്പം തന്നെ ജൂതമത വിഭാഗമുണ്ട്, മറ്റു പുരാതന മതവിശ്വാസക്കാരായ ആളുകളുണ്ട്, പുരാതന ക്രിസ്ത്യൻ വിഭാഗക്കാർ അവിടെ ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും തമ്മിൽ വലിയ ഐക്യത്തിലൊന്നുമല്ല. പക്ഷെ ആ രാജ്യത്ത് ആ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സയനിസ്റ്റ് വിഭാഗം ബോധപൂർവമാണ് ഈ സുന്നി സ്വാധീനമുള്ള ഈ സുന്നി പണ്ഡിതനെ ഇല്ലാതാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അവിടുത്തെ ഭരണകൂടം ആരോപിക്കുന്നത്. പക്ഷെ സുന്നികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സുന്നികളുടെ അടിസ്ഥാനപരമായ എല്ലാവിധ മറ്റേ ഐഡന്റിറ്റികളെയും ഇല്ലാതാക്കുക, ഇതുപോലെയുള്ള സുന്നി പണ്ഡിതന്മാരെ അജ്ഞാതരായിട്ട് വെടിവെച്ചു കൊല്ലുക, ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നല്ല. പക്ഷെ നിലവിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ സയനിസ്റ്റ് തീവ്ര സ്വഭാവക്കാരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കണം. ഇറാനിൽ നിലവിൽ അമേരിക്കയും അതേപോലെ ഇസ്രായേലും യുദ്ധം തുടങ്ങിയപ്പോൾ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഏത് സാഹചര്യത്തിലായാലും വേണ്ടില്ല ഇറാനിൽ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുക, എന്നിട്ട് അവിടുത്തെ അധികാരം കൈമാറ്റം ഉണ്ടാക്കുക, അധികാര മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഭരണകൂട തലവനെ ഇല്ലാതാക്കിയെങ്കിലും അവിടെ ഒരു അധികാര കൈമാറ്റമോ അധികാര മാറ്റമോ ഉണ്ടായിട്ടില്ല. അങ്ങനെ പല രീതിയിൽ ഇറാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാൻ സയനിസ്റ്റ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അപ്പോൾ ഇറാനിലുള്ള ഈ സുന്നി പണ്ഡിതനെ ഇല്ലാതാക്കിയത്. ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഏതെങ്കിലും ഷിയ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളായിരിക്കുമെന്നുള്ളത്. ഇതേതോ സയനിസ്റ്റ് ഗൂഢാലോചനയാണ്. കാരണം ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്, അമേരിക്ക ഗംഭീര ആക്രമണമാണ് ഇറാനിൽ നടത്തുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് വരെ ആക്രമണമെത്തി. ഇറാനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പകരം അവർ ജോർദാനിലെ അമേരിക്കൻ സൈനികരെ കൊന്നുകളഞ്ഞു. അവർ കുവൈത്തിലേക്ക് അയച്ചതിൽ തന്നെ കുവൈത്തിൻ്റെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുടിവെള്ള സ്രോതസ്, അതേപോലെ വൈദ്യുതി, ഇതൊക്കെയാണ് ഇവർ തകർക്കുന്നത്. ഒരു യുദ്ധത്തിലും സിവിലിയൻസ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തകർക്കാൻ പാടില്ല എന്നാണ് നിയമമെങ്കിൽ ഇറാൻ ഇതൊന്നും നോക്കിയിട്ടില്ല. സിറിയയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്, അതോടൊപ്പം ബഹ്റൈനിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ആകെ ലോകത്ത് ഒരു തരത്തിലും സമാധാനമില്ലാത്തൊരു സാഹചര്യം. അപ്പോൾ സൗദിയിലേക്കാണെങ്കിൽ ഹൂത്തികൾ ആക്രമണം നടത്താം. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരല്പം പോലും ഐക്യമില്ലാത്ത, ഒരല്പം പോലും വിട്ടുവീഴ്ചയില്ലാത്തൊരു വിഭാഗമായിട്ട് ഈ മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സംഘങ്ങളും മാറും. പക്ഷെ ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥ പ്രതികളായിട്ട് ഈ സയനിസ്റ്റ് സംഘങ്ങൾ, അവർ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത്തരത്തിൽ ഒരു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. ഇപ്പോൾ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കാം, ഇറാൻ എന്നൊരു ശക്തമായ ആയുധങ്ങളുടെ പിൻബലമുള്ളൊരു രാജ്യമാണ് ഇറാൻ. ഇറാനും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒന്നിക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ അമേരിക്കക്ക് ഇത്രയും ശക്തി എവിടുന്നാണ് കിട്ടുന്നത്? ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയാണല്ലോ. അത് ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും അവരുടെ തങ്ങളുടെ ഒരുപാട് പങ്ക് മുഴുവനും അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്. അവർ ആ താവളങ്ങളൊക്കെ നിർത്തട്ടെ, ഇനി ഒരു രാജ്യത്തിനും ഞങ്ങളുടെ മണ്ണുപയോഗിച്ച് ഇറാൻ ആക്രമിക്കാൻ പറ്റില്ല എന്ന് മറ്റേ ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഇറാൻ ആരാണ്? ആ ഇറാന്റെ കൂടെ ചേർന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചാൽ പുതിയൊരു സമവാക്യം രൂപപ്പെടും. പക്ഷേ അങ്ങനെ സമവാക്യം രൂപപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? അത് അമേരിക്കയും ഇസ്രയേലുമാണ്. അപ്പോൾ അവിടെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കണം. അതിന് അവരുപയോഗിച്ചൊരു മാർഗമാണ് അവിടുത്തെ ഒരു സുന്നി പണ്ഡിതനായ, അവിടുത്തെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഷെയ്ഖ് മുഹമ്മദ് അൻവർ എന്നുള്ള ഇറാനിലെ മിർജാവെ പ്രവിശ്യയിലുള്ള ഒരാളാണ് ഇദ്ദേഹം. സുന്നികൾ പൊതുവെ വളരെ വലിയ വികസനം എത്താത്ത ഏരിയകളിലാണ് സുന്നികളുടെ താമസം. കാരണം അവർ ഏരിയകളിലെ ആളുകൾക്ക് വലിയ വികസനങ്ങളും കൊടുക്കില്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും ഷിയാക്കളിലുള്ള പൊതുവിഭാഗം സുന്നികൾ ആക്രമിക്കുന്നവരല്ല. പിന്നെ
എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ ചില തീവ്ര സ്വഭാവമുള്ള ആളുകൾ. പാകിസ്ഥാനിലെ ഷിയാക്കൾക്കെതിരെ സുന്നികൾ നടത്തുന്ന ആക്രമണം പോലെയൊന്ന് ഇന്ന് ഇറാനിൽ സുന്നികൾക്കെതിരെ ഉണ്ടാവലില്ല. ഇറാൻ അതിലൊക്കെ ലേശം മെച്ചൂർഡാണ്. പക്ഷെ അവർക്ക് ഇപ്പം സംഘർഷം ഉണ്ടാക്കണം. ആ സംഘർഷം ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇറാനിലെ ആഭ്യന്തര ഐക്യം തകരുക. അപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കിയ ഒരു രീതി, മുൻ ഭരണാധികാരിയായിരുന്ന അഹമ്മദിനജാദ് ഏത് സമയത്ത് പോലും ഇസ്രയേൽക്കും അമേരിക്കയ്ക്കും എതിരെ വലിയ പ്രസ്താവന ഇറക്കിയിരുന്ന, അവരെ വലിയ ശത്രുവായിട്ട് കണ്ടിരുന്ന അഹമ്മദിനജാദ് ഒരു ഇസ്രയേൽ ചാരനായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ ചാരനായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആര്? അവിടുത്തെ കൊല്ലപ്പെട്ട ഭരണാധികാരിയുടെ അന്ത്യകർമ്മങ്ങളിൽ പോലും ഈ നജാദ് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവർ കല്ല് വെച്ച നുണകളും ഇവർ പ്രചരിപ്പിക്കും. ഞാൻ മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഈ വാർത്ത ആ ന്യൂയോർക്ക് ടൈംസിൽ വന്നു എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്കെതിരെ തിരിഞ്ഞു. നീ എന്തിനാണ് കള്ളവാർത്ത പറഞ്ഞത്? ഞാൻ കള്ളവാർത്ത പറഞ്ഞതല്ല, ന്യൂയോർക്ക് ടൈംസിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ അത് എൻ്റെ അഭിപ്രായമല്ലല്ലോ. അപ്പോൾ പല കിംവദന്തികളും ഉണ്ടാക്കിയിട്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഐക്യം തകർക്കുക എന്നൊരു ലക്ഷ്യം ഇത്തരം സയനിസ്റ്റ് സംഘങ്ങൾക്കുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ചരിത്രത്തിൻ്റെ മുൻപ് തന്നെ, അതായത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഇതിൽ സയനിസ്റ്റുകൾ വിജയിക്കലുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വഹാബിയും സുന്നിയും ഷിയയും അവാന്തര വിഭാഗങ്ങളും രാജ്യങ്ങളുമാക്കിയിട്ട് എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിയിട്ട് ഇവർ തമ്മിലുള്ള ഐക്യം തകർക്കുക എന്നതാണ് സയനിസ്റ്റുകളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ അവർ വിജയിക്കാൻ കാരണം ഒന്നാമത് ആത്മീയമായിട്ടുള്ളൊരു ഈമാൻ ഇവർക്കില്ലാത്തത് കൊണ്ടാണ്. ഒരു രാജ്യത്തിനും ഒക്കെ ഫുള്ള് മദ്യപിച്ച് ലഹരി കെട്ട് സുഖിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഭരണാധികാരികളുടെ ലക്ഷ്യം തന്നെ ഉള്ളത്. ഇപ്പോൾ UAE ഒക്കെ ആണെങ്കിൽ ഇസ്രായേൽ അംഗീകരിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അവിടെയൊക്കെ മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യം പോലും ആർക്കുണ്ട്? ഈ ഒരു ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം ആദ്യം ഉണ്ടായപ്പോൾ അതിനെ അംഗീകരിച്ച രാജ്യം ഈജിപ്താണ്, മുസ്ലിം രാജ്യങ്ങൾ. അതേപോലെ അന്നത്തെ ഇറാന് ഇസ്രായേൽ അംഗീകരിച്ചൊരു രാജ്യമാണ്. പിന്നീട് അവിടെ ഒരു ഇസ്ലാമിക വിപ്ലവം വന്നതിന് ശേഷമാണ് അവർ ഇസ്രായേലുമായി തെറ്റുന്നത്. അപ്പം എന്തായാലും ഈ സുന്നി പണ്ഡിതൻ കൊല്ലപ്പെട്ട ഒരു അന്വേഷണം വരട്ടെ. നിലവിലെ വാർത്തകൾ ഇത് മനസ്സിലാവുന്നൊരു കാര്യം, അതിൻ്റെ പിന്നിലും ചില സയനിസ്റ്റ് തീവ്ര സ്വഭാവക്കാരാണ്. കാരണം ഈ ഇസ്രായേലിലെ ചാരന്മാർ കൃത്യമായിട്ട് ഇറാന്റെ സൈനിക മേഖലകളിലുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടാൻ തന്നെ കാരണം ആ ചാരന്മാർ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ്. ഇറാനിലേക്ക് വന്ന ഹമാസ് നേതാക്കന്മാർ കൊല്ലപ്പെട്ടത് സൈനികർക്കിടയിലുള്ള ഈ ഒരു ഒറ്റുകാരണമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള ചാരന്മാരാണ് യഥാർത്ഥ ശത്രുക്കൾ. അതിൻ്റെ പിന്നിലുള്ളത് സയനിസ്റ്റ് തന്ത്രമാണ്. അല്ലാതെ ഈ ഷിയാക്കളുടെ പരിപാടി സുന്നികളെ കൊന്നൊടുക്കുന്നില്ല. മുൻപ് ചെയ്തിരുന്നു, അതൊക്കെ കറക്റ്റാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശക്തമായ ഭൂരിപക്ഷമുള്ള ഒരുപാട് സുന്നി പണ്ഡിതന്മാരുള്ളൊരു നാടായിരുന്നു. പക്ഷേ അവരെ മുഴുവനും കൊന്നൊടുക്കിയിട്ടാണ് ഇന്ന് എന്ത് ചെയ്തത്? ഇറാൻ ഇങ്ങനെ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമായിട്ട് മാറിയത്. ഇന്ന് ഇറാനിലൊരു മനസ്സമാധാനം സന്തോഷവും ഇല്ല. അമേരിക്കയുടെ ആക്രമണം വെടിനിർത്തുക എന്നുള്ള കരാറിലൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറം ആക്രമണം എന്താണ്? ശക്തമാണ്. ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. തിരിച്ചടിച്ചിട്ട് കുറേ ഗൾഫിലുള്ള ആളുകളുടെ ജോലി പോയി, ഒരുപാട് ജോലിക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഗൾഫ് ജീവിതം കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത് ഉറപ്പാണ്. ആരെങ്കിലുമൊക്കെ ഗൾഫിലേക്ക് ഇനി പ്രതീക്ഷിച്ചുകൊണ്ട് പോകണമെന്നുമില്ല. കാരണം ഇതിനൊരു സുരക്ഷിതമായ സന്തോഷമുള്ള ഒരു സ്പേസ് ആയിട്ട് മാറില്ല. ദുബൈയൊക്കെ വലിയ കോടികൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അത്ര ഇങ്ങോട്ട് ആക്രമണം വരരുത് എന്നുള്ളത് ഇറാൻക്ക് കരാറുണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം ദുബൈനെ സംബന്ധിച്ചിടത്തോളം ദുബൈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അവിടെ ടൂറിസം വളരണം. എന്തായാലും ഈ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യമില്ലായ്മയുടെ യഥാർത്ഥ കാരണം സയനിസ്റ്റുകൾക്ക് വരാൻ കഴിയുന്ന കാരണം ഈമാനില്ല എന്നൊരൊറ്റ കാരണമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം.